എല്ലാവർക്കും നമസ്കാരം. പത്തരമാറ്റിൽ വരാൻ പോകുന്ന കുറച്ച് പുതുപുത്തൻ എപ്പിസോഡ്സിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നയന വന്ന് സത്യങ്ങൾ പറഞ്ഞു പോയതിനു ശേഷം കനകയുടെയും ഗോവിന്ദൻ്റെയും ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. അങ്ങനെ ആദർശിനെക്കുറിച്ച് പറഞ്ഞു പോയതെല്ലാം ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഗോവിന്ദനോട് കനക പറയുന്നുണ്ട്, എന്തിനാ ഗോവിന്ദേട്ട ഇപ്പോഴും വിഷമിച്ചിരിക്കുന്നത്? ആദർശ് മോൻ്റെ ഭാഗത്തെ നിരപരാധിത്വം നയനമോള് വന്ന് പറഞ്ഞതല്ലേ, അവൾ തെളിവും തന്നു, പിന്നെ എന്തിനാണ് ഇത്രയേറെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്നാലും കനകെ, നമ്മൾ ആദർശ് മോനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ആ മോനോട് പറഞ്ഞത്? ആദർശ് മോനെ കാണുമ്പോഴൊക്കെ നമ്മൾ മുഖം തിരിച്ച് നടന്നിട്ടില്ലേ? അപ്പോഴൊക്കെ ആ മോന് എത്രമാത്രം വിഷമം തോന്നിയിട്ടുണ്ടാവും. നാളെ നമുക്ക് രണ്ടാൾക്കും കൂടി അനന്തപുരി വരെ പോകണം. അവിടെ ചെന്ന് മൂർത്തി സാറിനെയും ദേവയാനിയെയും നേരിൽ കാണണം. ആദർശ് മോനെക്കുറിച്ച് പറഞ്ഞു പോയതിനൊക്കെ അവരോട് ക്ഷമ ചോദിക്കണം. അപ്പോൾ കനക പറയുന്നുണ്ട്, അതുമാത്രം പോരാ ഗോവിന്ദേട്ട, നമുക്ക് ചന്തുമോളെ കൂടി കാണണം. ആ കുഞ്ഞിനെ കുറച്ച് കളിപ്പാട്ടങ്ങൾ കൂടി വാങ്ങിക്കൊണ്ട് പോകണം. നയനമോള് പറഞ്ഞതുപോലെ നമ്മൾ ഇനിയും ആ കുഞ്ഞിനോട് നീരസമൊന്നും കാട്ടാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇനി അനന്തപത്മനാഭനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചന്തുമോളെയും സ്നേഹിക്കണം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കനകയും ഗോവിന്ദനും കൂടിയിട്ട് അനന്തപുരിയിലേക്ക് എത്തുവാണ്. അവിടെ മൂർത്തി സാറിനോടും ദേവയാനിയോടും അവർ ആദർശിനെക്കുറിച്ച് പറഞ്ഞു പോയതിനൊക്കെ ക്ഷമ ചോദിക്കുന്നുണ്ട്. അന്നേരം ദേവയാനി പറയുന്നുണ്ട് അവരോട്, ഇങ്ങനെ ക്ഷമ ചോദിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളെപ്പോലെ തന്നെ സത്യങ്ങൾ അറിയുന്നതിന് മുമ്പ് ആദർശിനെ ഞാനും തള്ളി പറഞ്ഞതായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ സത്യങ്ങളും എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇനി ആരും ആരോടും ക്ഷമ ചോദിക്കേണ്ടതില്ല. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞങ്ങൾ ചന്തുമോളെ കാണാനും കൂടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് മോൾക്കുള്ള കുറച്ച് കളിപ്പാട്ടങ്ങളാണ്. ഞങ്ങൾ മോളെയും ഒരുപാട് വേദനിപ്പിച്ചു. ആ കുഞ്ഞിനോട് ഒരു നല്ല വാക്ക് പറയാൻ പോലും ഞങ്ങൾക്കാർക്കും സാധിച്ചില്ല. ആ കുറവ് തീർക്കണം, അതിനുകൂടി വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് നയനമോളുടെ മുറിയിലാണ്, അവിടെ ഇരുന്ന് കളിക്കുവാണ്, നിങ്ങൾ ചെന്ന് കണ്ടോളൂ എന്ന് പറയണം. അങ്ങനെ കനകയും ഗോവിന്ദനും കൂടിയിട്ട് നയനയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അവിടെ ചന്തുമോളാണെങ്കിൽ അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് കളിച്ച് നടക്കുമായിരിക്കും. അങ്ങനെ കനകയാണെങ്കിൽ മോളെ നിന്ന് വിളിച്ചിട്ട് അവളെ കാണുമ്പോൾ തന്നെ അവളെ മടിയിലൊക്കെ എടുത്ത് വച്ചിട്ട് അവളോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും. ഗോവിന്ദനാണെങ്കിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ചന്തുമോളെ കാണിക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് ഇതൊക്കെ ഇഷ്ടമായോ? ഞങ്ങളിത് മോൾക്ക് വേണ്ടി തന്നെ മേടിച്ചതാണ്. ഇനി മോൾക്ക് ഞങ്ങളുടെയും സ്നേഹം കിട്ടും എന്ന് പറയുന്നുണ്ട് ഗോവിന്ദനും കനകയും. ആ സമയത്ത് നയന ചന്തുമോളോട് പറയുന്നുണ്ട്, ഇത് മോളുടെ മുത്തശ്ശിയും മുത്തശ്ശനുമാണ്. മോൾ ഇവിടെ ഇരുന്ന് ഇവർക്കൊപ്പം കളിക്ക്. നയനമ്മ പോയിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയന താഴെ കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. ആ സമയമാണെങ്കിൽ ഗോവിന്ദനും കനകയും കൂടിയിട്ട് മോളോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. മോൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് മോളോട് അപ്പോൾ ഇരുന്ന് അവർ നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് മോളോട് കളിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടിട്ട് വരുന്ന ജലജയ്ക്കാണെങ്കിൽ ആകെ വല്ലാത്തൊരു ദേഷ്യം വരുന്നുണ്ട്. ജലജ അപ്പം തന്നെ ചെന്ന് നവ്യയോട് പറയുന്നുണ്ട്, നവ്യേ, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഇവിടുത്തെ പുതിയ വിശേഷങ്ങളൊന്നും നീ അറിഞ്ഞില്ലേ? അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, നീ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയും, ഇല്ല, ഞാൻ അറിഞ്ഞില്ല, അവരെന്നെ ഒന്നും വിളിച്ചതുപോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേ, ഇനിയിപ്പോൾ അവർക്ക് നിന്നെ വിളിക്കാനൊന്നും പറ്റത്തില്ല. അവരും അനന്തപുരിക്കാരെ പോലെ തന്നെ ഇപ്പോൾ ചന്തുമോളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് നയനയുടെ മുറിയിലിരുന്ന് അവർ ചന്തുമോളെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുക. നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് നല്ല കാഴ്ചകൾ കാണാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനോ അമ്മയോ? അവർ ചന്തുമോളെ കൊഞ്ചിക്കുന്നുണ്ടെന്നാണ് അമ്മ പറയുന്നത്. അതെ, ഞാനിപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഇനി നീയും കൂടി ചെന്ന് കണ്ടിട്ട് വാ എന്ന് പറയുമ്പോൾ നവ്യയാണെങ്കിൽ സംശയത്തോടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് ചെന്നിട്ട് ഇങ്ങനെ നയനയുടെ മുറിയിലേക്ക് നോക്കുമ്പോഴാണെങ്കിൽ അവിടെ അവർ രണ്ടുപേരും കൊച്ചിനെ മടിയിലൊക്കെ ഇരുത്തിയിട്ട് നല്ല രീതിയിൽ കളിച്ച് തമാശയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന നവ്യൊക്കെ ആണെങ്കിൽ വല്ലാത്തൊരു സംശയവും അതുപോലെ തന്നെ ദേഷ്യവും വരുന്നുണ്ട്. നവ്യ ചിന്തിക്കുന്നുണ്ട്, ഇവരിതെന്താ ഈ കാണിക്കുന്നത്? ഇത്രയും നാളും അച്ഛനും അമ്മയ്ക്കും ഇവളെ കാണുന്നതിന് ഇഷ്ടമല്ലായിരുന്നല്ലോ, ഇപ്പോൾ അനന്തപുരിക്കാരെ പോലെ ഇവർക്കും എങ്ങനെയാണ് ഇവളോട് ഇത്രയും സ്നേഹം തോന്നിയെന്നൊക്കെ നവ്യാണെങ്കിൽ മനസ്സിങ്ങനെ ചിന്തിക്കുവാണ്. അങ്ങനെ നവ്യ നയനയുടെ മുറിയിലേക്ക് കയറി ചെന്നിട്ട് അവൾ ഗോവിന്ദനോടും കനകയോടും ഒക്കെ ദേഷ്യപ്പെടുവാണ്. അച്ഛനും അമ്മയും എന്താ ഇവിടെ? നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇവളെ കൊഞ്ചിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയണ, ഞങ്ങൾ വന്നിട്ട് അധികം നേരം ആയില്ല മോളെ, ഇവിടെ വരെ വന്ന് ചന്തുമോളെ ഒന്ന് കാണണമെന്ന് തോന്നി. അത് കേൾക്കുമ്പോൾ നവ്യ ദേഷ്യപ്പെടുവാണ്. ഇവളെ കാണാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നത്? ഇതെന്താ അച്ഛാ, നിങ്ങൾക്ക് രണ്ടാൾക്കും പെട്ടെന്ന് എന്താ ഇത്ര വലിയൊരു മാറ്റം? അപ്പോൾ കനക പറയുന്നുണ്ട്, മോളെ നീ ദേഷ്യപ്പെടണ്ട, ഇവളൊരു കൊച്ചു കുട്ടിയല്ലേ, ഇവൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ ഇവളെ അകറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് തോന്നി.
അത് കേൾക്കുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മ പെട്ടെന്നൊരു മാറ്റം? ഇത്രയും നാളും അമ്മയ്ക്കും അച്ഛനും ഇവളെ കാണുന്നത് ഇഷ്ടമല്ലായിരുന്നല്ലോ. നായന ഇവളെ സ്നേഹിക്കുന്നത് പോലും അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇപ്പം എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കനകയും ഗോവിന്ദനും മുഖത്തോട് മുഖം നോക്കിയിട്ട് മൗനം പാലിക്കുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ശരിക്കും എന്താ അമ്മയെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എവിടുന്നോ വന്ന ഒരു കൊച്ചിനെ എല്ലാവരും കൂടി ലാളിക്കുക, എന്നാൽ സ്വന്തം പേരെ കുട്ടി അപ്പുറത്തുണ്ട്. ആ കുഞ്ഞിനെ ഒന്ന് വന്ന് നോക്കണമെന്നോ ആ കുഞ്ഞിനെ കളിപ്പിക്കണമെന്നോ നിങ്ങൾക്ക് രണ്ടാൾക്കും തോന്നുന്നില്ലേ? നിങ്ങൾക്കൊക്കെ ഈ കുഞ്ഞിനോട് എന്താ ഇത്ര സ്നേഹം? ഇവൾ ആദർശിൻ്റെ കുഞ്ഞായതുകൊണ്ട് ഇവിടെയുള്ളവർ സ്നേഹിക്കുന്നത് മനസ്സിലാക്കാം. എന്നാൽ അതുപോലെയാണോ അച്ഛനും അമ്മയും? നിങ്ങൾ ലാളിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും എൻ്റെ മോനെയല്ലേ? എന്നിട്ട് അതൊന്നും ചെയ്യാണ്ട് ഇവിടെ വന്നിരുന്ന് ഇവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക, അതും ഇത്രയേറെ കളിപ്പാട്ടങ്ങളോടൊപ്പം. ഇത് കേൾക്കുന്ന ഗോവിന്ദൻ നവ്യയോട് പറയുവാണ്, മോളെ, ചില സമയത്ത് നമ്മൾ കേൾക്കുന്നതും കാണുന്നതൊന്നും ആയിരിക്കില്ല സത്യം. സത്യങ്ങൾ അറിയാതെ നമ്മൾ ഓരോരുത്തരെ അകറ്റി നിർത്തിയിട്ടും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അത് കേൾക്കുന്ന നവ്യ തിരിച്ച് ചോദിക്കുന്നുണ്ട്, എന്ത് സത്യത്തിൻ്റെ കാര്യമാണ് അച്ഛൻ പറയുന്നത്? അപ്പോൾ കനക പറയുവാണ്, ഒന്നുമില്ല മോളെ, ഈ കൊച്ചു കുഞ്ഞിനെ ഇനിയും അകറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ചന്തുമോളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നത്. അതുമാത്രമല്ല, ഈ കുഞ്ഞിനെ കണ്ടിട്ട് അനന്തപത്മനാഭനെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, വേണ്ട, ഇനി ആരും അങ്ങോട്ട് വന്ന് എൻ്റെ കുഞ്ഞിനെ കാണണമെന്നില്ല. എന്തായാലും ആദ്യം വന്ന് എൻ്റെ കുഞ്ഞിനെ കാണാനോ എൻ്റെ കുഞ്ഞിനെ കളിപ്പാട്ടങ്ങൾ നൽകാനോ നിങ്ങൾക്ക് രണ്ടാൾക്കും തോന്നിയില്ലല്ലോ. എവിടുന്നോ വന്ന കുഞ്ഞിനാണ് ഇപ്പോൾ അവകാശങ്ങളെല്ലാം. അപ്പോൾ ഗോവിന്ദൻ പറയാണ്, മോളെ, നീ അങ്ങനെയൊന്നും സംസാരിക്കല്ലേ, ഇതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ്. ഇവർ രണ്ടുപേരും കുട്ടികളല്ലേ, ഇവരോട് എന്ത് വേർതിരിവ് കാണിക്കാനാണ്? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, വേണ്ട, ഇനി നിങ്ങളാരും എന്നോടൊന്നും പറയണ്ട. അല്ലെങ്കിൽ തന്നെ അബിയും അബിയുടെ അമ്മയും പറയുന്നതാണ് ശരിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ വീട്ടിൽ എന്നെ ആകെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് അബി മാത്രമാണ്. ബാക്കി എല്ലാവർക്കും നയനയും ആദർശവുമാണ് വലുത്. അവരെന്ത് തെറ്റ് ചെയ്താലും അതെല്ലാവരും മൂടി മറച്ചു വയ്ക്കും. എന്നിട്ട് അബി എന്തെങ്കിലും കുഞ്ഞു തെറ്റ് ചെയ്താൽ പോലും അത് എല്ലാവർക്കും വലിയൊരു കാര്യമാണിത്. ഇനി ഇങ്ങനെ തുടരാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് എൻ്റെ കുഞ്ഞും എൻ്റെ ഭർത്താവുമാണ് വലുത്. എൻ്റെ കുഞ്ഞിനെ കാണാൻ മനസ്സില്ലാത്തവർ ഇനി എന്നോടും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നവ്യ ദേഷ്യത്തിൽ പോവുകയാണ്.